വണ്ടിയെടുത്ത് മാറടാ. ഞങ്ങളെ ഒരുപാട് സഹായിച്ച ഒരു നല്ല മനുഷ്യന്റെ ബന്ധുവായതുകൊണ്ടാണ് തന്നെ ഇപ്പൊ വെറുതെ വിടുന്നത്. അല്ലെങ്കിൽ സത്യന്റെ ലൈഫിലെ 16ാമത്തെ ക്രിമിനൽ കേസ് കൂടി ആയാനെ. നീ പോയി വണ്ടി എടുത്ത് മാറ്റ്. ശിവൻ സാർ പൊയ്ക്കോ. ഇവനൊരു അന്തവും കുന്തവും ഇല്ലാത്തവനെ. സാർ അതൊന്നും ശ്രദ്ധിക്കണ്ട. പോടാ. എന്തിനാ അമ്മേ ഈ പണക്കാരുടെ വിഴുപ്പും ചുമന്ന് നമ്മളിവിടെ കാവല് നിൽക്കുന്നേ? ഓരോരോ കൊച്ചമ്മമാര് ഓരോരോ കഥകളും പറഞ്ഞുകൊണ്ട് ഓരോ പെണ്ണുങ്ങളെയും കൊണ്ട് വരും. കാവലും പേരെടുക്കലും കഴിഞ്ഞാ അവരുടെ കയ്യിൽ നിന്ന് കൊട്ടയ്ക്ക് കിട്ടും. കാത്തിരുന്നാ മതി. കഷ്ടം തന്നെ. ഈ വലിയേട്ടൻ എന്താ ഈ പറയുന്നേ? അവളുടെ വാക്കും കേട്ട് വിദേശത്ത് ജോലി കളഞ്ഞ അവനോട് എന്തെടുത്ത് വെച്ച് തിന്നും. പണം വേണമെന്ന് അവനും കൊടുക്കണമെന്ന് വലിയേട്ടനും പറഞ്ഞു. എടുത്തു തീർക്കാനാണെങ്കിൽ അവൻ അധ്വാനിച്ചുണ്ടാക്കിയത് എത്ര കാലത്തേക്കുണ്ടാവുമെന്നാ എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ അതൊക്കെ നോക്കിയിരിക്കാൻ പറ്റുമോ സരോജിനി? നീ അവന്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ച് യോജിക്കാവുന്ന കാര്യങ്ങളേ അല്ല. കാരണം അവന്റെ ലോകത്ത് നിന്നും നിന്നെയും എന്നെയും അവൻ മാറ്റിക്കഴിഞ്ഞു. അവിടെ ഇപ്പോ അവനും അവളും മാത്രമേ ഉള്ളൂ എന്ന് നീ മനസ്സിലാക്കണം. അതിനിടയ്ക്ക് പണത്തിന്റെയും സമ്പാദ്യത്തിന്റെയും കണക്ക് പറഞ്ഞാലേ അവന് വാശിയും വെറുപ്പും കൂടുകയുള്ളൂ. ഇപ്പൊ പണത്തിന്റെ ആവശ്യമൊന്നും അവന് കാണില്ല. അവളുടെ എന്തോ കുത്തിത്തിരിപ്പ. അതാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലഞ്ഞിക്കലെ പ്രാരാബ്ധം തീർത്ത് സമ്പാദ്യപ്പെട്ടി നിറയ്ക്കാൻ ഇവനെ കൊണ്ട് കൂട്ടിയ കൂടുവോ? നീ മെല്ലെ പറ, അവൾ അകത്തുണ്ട്, കേൾക്കും. ഇപ്പൊ നിന്റെ ഇങ്ങനത്തെ ചോദ്യമൊന്നും ഇവിടെ പ്രസക്തമല്ല. അതൊക്കെ അവനെ നമ്മുടെ കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടുമ്പോ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. തൽക്കാലം രണ്ടിനെ രണ്ടു വഴിക്കാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ കരുതി അമ്മാവൻ പോയി കാണുമെന്ന്. പോകണം. നീ ഒന്ന് വന്നിട്ടാകാമെന്ന് കരുതി. ഇല്ലെങ്കിലേ നീ വിമലയെ കൊണ്ട് വന്നതിന്റെ അലോഹത്തിൽ ഞാൻ പോയി എന്ന് കരുതും. വിമലേ, കുറച്ച് തണുത്ത വെള്ളം എടുക്കുക. എമ്മാതിരി ചൂടാ പുറത്ത്. ശരി. അതെ, ഇനി എന്താണ് നിന്റെ പരിപാടി? എന്ത് പരിപാടി? ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കാശ് സംഘടിപ്പിക്കണം, നാട്ടിൽ ചില ബിസിനസിന്റെ കാര്യം നോക്കണം. അതാണ് ഇപ്പൊ മനസ്സിൽ. അതൊക്കെ നല്ലതാ. അപ്പൊ നീ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് ഉറപ്പിച്ചോ? മിക്കവാറും തിരിച്ചു പോക്കുണ്ടാവില്ല. എത്രയാന്ന് വെച്ചാ ഇങ്ങനെ നാട് വിട്ടുപോയി കിടക്കുന്നത്. ഇപ്പതാ വിമലയ്ക്കാണെങ്കിലും അത് തീരെ ഇഷ്ടമല്ല. അതാണല്ലോ അതിന്റെ ശരി. അതൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനം തന്നെ. ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസവും. അതിന്റെ പേരിൽ തന്നെയാ സരോജിനി നിന്നെ എതിർക്കുന്നത്. അതറിയാം. വിമലയെ കല്യാണം കഴിച്ച കാര്യത്തിലല്ലേ. ഇപ്പോ ആ കാര്യത്തിലൊരു തീരുമാനമായല്ലോ. ഇനി അത് അവിടെ തീർന്നു. നീ അവളെ കല്യാണം കഴിക്കുന്നതിൽ ആർക്കാ എതിർപ്പ്? അങ്ങനെ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ മണ്ഡപം വരെ കാര്യങ്ങളെത്തുമോ? ഇല്ലല്ലോ. സംഗതി എന്താണെന്ന് വെച്ചാൽ അന്ന് അവിടെ കെട്ട് നടന്നില്ല. ആര് കാരണം? അമ്മ ഒരാളുടെ പിടിവാശി കാരണം. കൂടെ കൂടിയ അമ്മാവന് അതിൽ പങ്കുണ്ട്. ശരി, സമ്മതിച്ചു. എവിടെ വെച്ചാണോ ഞങ്ങൾക്ക് തെറ്റുപറ്റിയത് അവിടെ മുതൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണെങ്കിലോ? അല്ല, അമ്മാവൻ എന്താ ഉദ്ദേശിച്ചത്? വ്യക്തമായിട്ട് പറയാം. ഇവൾക്ക് നീ ഒരുത്തനല്ലേ ഉള്ളൂ. അന്ന് സംഗതി വശാൽ കല്യാണം മുടങ്ങി.
കാശ് വേണമെങ്കിൽ ഞാൻ മുടക്കാം. നമുക്ക് അതേ മണ്ഡപത്തിൽ അതേ ആൾക്കാരെ വിളിച്ചു വരുത്തി ഒന്നുകൂടെ കല്യാണം നടത്തിയാലോ? ചേട്ടൻ ഉദ്ദേശിച്ചത് നാടറിഞ്ഞും നാട്ടുകാരറിഞ്ഞും വീണ്ടും ഒരു കല്യാണം നടത്തി നീ ഇവളെ മാന്യമായി വീടിന്റെ പടി കയറ്റി കൊണ്ടുവരണമെന്നാണ്. ഏയ്, ഇനി എന്തിനാണമ്മ അതൊക്കെ? വേണ്ട നേരത്ത് ഞാൻ പലവട്ടം പറഞ്ഞല്ലേ, കേട്ടില്ലല്ലോ? ഇവളുടെ വീട്ടുകാരും ഈ പടികേറി വന്ന് നിങ്ങളോടൊക്കെ കെഞ്ചിയതല്ലേ, അപമാനിച്ച് വിട്ടതല്ലേ അവരെ? എടാ, അതാ പറഞ്ഞത് പറ്റിയ തെറ്റൊക്കെ തിരുത്തണമെന്ന്. തിരുത്തിയാൽ തീരാത്ത തെറ്റൊന്നും ഈ ലോകത്തില്ലല്ലോ. ഏയ്, ഇനി അതൊന്നും വേണ്ട മാവാ. തിരുത്തേണ്ടതൊക്കെ ഞാൻ തിരുത്തിക്കോളാം. എനിക്ക് അതിനാരുടെ സഹായം വേണ്ട. ഹരിയേട്ടാ, ഒരു മിനിറ്റ്. നമുക്ക് ഇവര് പറയുന്നത് പോലെ ചെയ്യാന്ന എന്റെ അഭിപ്രായം. അല്ല, ഇവരിങ്ങനെ ഒരു കോംപ്രമൈസ് ആവുന്ന സ്ഥിതിക്ക് ഇനി അത് ചെയ്യാത്തതിന്റെ പേരില് ഞാനിവിടെ ഒരു രണ്ടാം തരക്കാരി ആവണ്ടല്ലോ. അതാ ഞാൻ അതിന് യെസ് പറഞ്ഞു. അതെ, അതാ പറഞ്ഞത്. വിമലയ്ക്ക് കാര്യബോധമുണ്ടെന്ന്. നിനക്ക് പക്ഷെ എടുത്തുചാട്ടം മാത്രമേ ഉള്ളൂ. നീ അമ്മാവൻ പറയുന്നത് കേക്ക്. എത്രയും പെട്ടെന്ന് വിമലയുടെ വീട്ടുകാരോടും കൂടി ചോദിച്ച് നമുക്കൊരു ദിവസം തീരുമാനിക്കാം. എന്നുവെച്ചാ അതുവരെ ഇവിടെ നിർത്താൻ പാടില്ലെന്നാണോ? അങ്ങനെ ആരും പറയില്ല. പക്ഷെ വീണ്ടും നമ്മൾ ഈ കല്യാണം നടത്തുകയാണെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ് ശരി. പിന്നെ എന്തു വേണമെന്ന് നിങ്ങൾ രണ്ടാളും കൂടെ തീരുമാനിക്കേ. ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. ഇല്ല ഹരിയേട്ടാ, അതുവരെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിന്നോളാം. പക്ഷേ ഒരു കാര്യത്തില് അമ്മയും അമ്മാവനും ഹരിയേട്ടനും എനിക്കൊരു ഉറപ്പ് തരേണ്ടി വരും. എന്താ, സമ്മതിച്ചോ? എന്തുറപ്പ്? ആ, ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിന്റെ ബാക്കി ബാധ്യത തീർക്കാന്നുള്ള ഉറപ്പ്. ഇർഷാദിന് പണം കൊടുത്ത് അവിടുത്തെ ബാക്കി ഷെയർ ഹരിയേട്ടൻ വാങ്ങണം, അതും എന്റെ പേരിൽ. അതിന് തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ ഈ രണ്ടാം കല്യാണത്തിന് സമ്മതിക്കാം. എന്തു പറയുന്നു? അവര് വിസ്മയോട് ആവശ്യപ്പെട്ട സേവനം ഹോസ്പിറ്റലിൽ ഡോക്ടർ ആവാനായിരുന്നില്ല, മറിച്ച് തങ്ങൾക്കൊരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ ഒരു വാടക ഗർഭപാത്രത്തെയായിരുന്നു. ആഹാ, ഇവിടെ വന്നിരിക്കുവായിരുന്നോ? അങ്ങോട്ട് വരാത്തെന്താ? വരാം. വിനേട്ടൻ എങ്ങനെയുണ്ട് ഇപ്പോ? ഗുളിക കഴിച്ച സെഡേഷൻ ഉണ്ട്. ആള് നല്ല ഉറക്കത്തിലാ. ഏകദേശം എണീക്കാറായിട്ടുണ്ട് ഇപ്പോ. വാ. ഇപ്പോ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ചോദിക്കാൻ തുടങ്ങി. നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അത് നല്ല ലക്ഷണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഉണർന്നിരിക്കുമ്പോ എപ്പോഴും വലിയ ആലോചനയിലാ. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും. ആ പിന്നെ വിസ്മയെ വീണ്ടും അന്വേഷിച്ചായിരുന്നു. അവളെ വിളിച്ചിട്ട് പിന്നെ കിട്ടിയായിരുന്നോ? ഉടനെങ്ങും എത്തോ അവള്? അറിയില്ല, ഒന്നിനും ഒരു തീർച്ചയില്ലാത്ത അവസ്ഥയാ. അല്ല, ഏട്ടത്തിക്ക് എന്തു പറ്റി? വിനേട്ടനെ പറ്റി ഇത്രയും നല്ല കാര്യങ്ങൾ കേട്ടിട്ടും വല്ലാത്ത ഡെസ്പാണല്ലോ. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെയിലത്ത് വന്നതിന്റെ ആയിരിക്കും. പ്രശ്നമൊന്നുമില്ല. ശരി, ഏട്ടത്തി കുറച്ചു നേരം ഇവിടെ ഉണ്ടാവില്ലേ? ഞാനൊന്ന് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഉടനെ വരാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. വിനയചന്ദ്രനെ ജയിലിൽ നിന്ന് ഇറക്കാനും വിമലയുടെ വിവാഹം നടത്താനും
ഏതു പാതകത്തിനും മനസ്സുകൊണ്ട് തയ്യാറായ അവസ്ഥയിലായിരുന്നു വിസ്മയ. അങ്ങനെയാണ് വിസ്മയ അത് സമ്മതിച്ച് കരാറൊപ്പിട്ട് കാശ് വാങ്ങിയത്. ഈ ചെറുപ്രായത്തിൽ ആരും അറിയാതെ സ്വന്തം ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കേണ്ട ഗതികെട്ട അവസ്ഥ അതവൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതാണ് സത്യം. വിനേട്ട, ഇത്രയും വേഗം വിനേട്ടൻ എഴുന്നേറ്റ് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഉടനെ ഒന്നും വിനേട്ടൻ സ്വബോധത്തോടെ എഴുന്നേറ്റ് വരരുതെന്നാ. അന്ന ഡോക്ടർ പറഞ്ഞതൊക്കെ അറിഞ്ഞ വിനേട്ടനത് സഹിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ എല്ലാം കേട്ട് തളർന്നു പോയി വിനേട്ട. ഓരോ വാക്കും ഇരുമ്പൂടം പോലെയാ തലയ്ക്കുള്ളിൽ വന്ന് അടിച്ചത്. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെ എനിക്ക് ദാനമായി തന്നവളെന്ന് മാത്രം ഇന്ന് വരെ വിസ്മയെപ്പറ്റി ഞാൻ കരുതിയിരുന്ന. പ്രായത്തിൽ കവിഞ്ഞ ബഹുമാനം ഞാൻ അവക്ക് കൊടുത്തതും അതുകൊണ്ടാ. നമ്മൾ തമ്മിൽ ഇഷ്ടം പങ്കുവെച്ച് തുടങ്ങിയ കാലം തൊട്ട് വിനേട്ടൻ എപ്പോഴും പറയും എന്റെ വിസ്മയ, എന്റെ വിസ്മയ എന്ന്. അത് അസൂയയുടെ പലതവണ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ അങ്ങനെ ഒരു വാക്കിൽ മാത്രം പറയാൻ പറ്റുന്ന പേരല്ല വിസ്മയ. അവള് നമ്മളൊക്കെ കരുതിയതിന് എത്രയോ മീതയാ. മുത്തശ്ശി പറയാറുള്ളത് പോലെ ഇലഞ്ഞിക്കൽ തറവാട്ടിൽ കത്തിച്ചു വെച്ച നിലവിളക്ക് മാത്രമല്ല അവള്. തന്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി സ്വയം ഒരുക്കിത്തീരുന്ന വെളിച്ചമാ വിസ്മയ. ഈ ലോകത്ത് പെണ്ണായി പിറന്ന ഒരുത്തിക്കും ചെയ്യാൻ പറ്റാത്ത സാധനത്തിന്റെ ആൾ രൂപം. സ്വന്തം സ്വപ്നങ്ങളെല്ലാം കുഴിച്ചു മൂടി സ്വന്തം ജീവിതവും ഗർഭപാത്രവും വിറ്റുണ്ടാക്കിയ കാശുകൊണ്ട് സ്വന്തം സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അവളുടെ മുന്നിൽ നമ്മളൊക്കെ എത്ര ചെറുതാ. അതോർക്കുമ്പോ സഹിക്കുന്നില്ല എനിക്ക്. നീ കുടുംബത്തെ നശിപ്പിച്ചല്ലേ? അലക്സിയുടെ കടം വീട്ടാൻ ഇത്രയും കാശ് നീ എവിടുന്നാണ് സമ്പാദിച്ചത്? സത്യം പറഞ്ഞില്ലെങ്കിൽ പച്ചയ്ക്ക് ചുട്ടു കൊന്നു കളയും നിന്നെ ഞാൻ. പറയണേ, എന്നിട്ട് പോലും ഒരു വാക്കുപോലും ആരോടും പറയാതെ വിനേട്ടന്റെ തല്ലും ശകാരവും കേട്ട് എന്ന അവളുടെ അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ അതൊക്കെ സഹിച്ചത് നമുക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് വേണ്ടിയാ. എന്നിട്ടും ഇതുവരെ അതൊന്നും തിരിച്ചറിയാതെ നമ്മൾ അവളെ എവിടെ കൊണ്ട് ചെന്ന വിനേട്ട നമ്മൾ ഈ പാപങ്ങളൊക്കെ തീർക്കുക? വിമലയും വീണയും ഞാനും പറഞ്ഞ കുത്തുവാക്കുകൾക്ക് എവിടെ ചെന്ന് പ്രായച്ചിത്തം ചെയ്താൽ അത് ഇല്ലാതാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. എപ്പോഴും എവിടെയോ ആരും അറിയാത്ത സ്ഥലത്ത് ആരോടും ഒന്നും പറയാനാവാതെ, ആരും സമാധാനിപ്പിക്കാനോ സഹായിക്കാനോ ഇല്ലാതെ വയറ്റില് വളരുന്ന കുഞ്ഞുമായിട്ട് അവള് കഴിയ. അറിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊരു പെണ്ണാണല്ലേ അവള്, എന്തൊരു മനസ്സാ അവളുടേത്. ഇങ്ങനൊരു പെങ്ങളെ കൂടപ്പിറപ്പായിട്ട് കിട്ടിയ വിനേട്ടൻ എത്ര ഭാഗ്യം ചെയ്തവനാ. അവളുടെയൊക്കെ മുമ്പില് സ്വന്തം സ്വാർത്ഥത മാത്രം നോക്കി ജീവിച്ച ഞാൻ അടക്കമുള്ള സകല പെൺവർഗവും വെറും നിസ്സാരക്കാരാ. ഒരു പ്രയോജനമില്ലാത്തവര്. ഹലോ. ആ ഏട്ടത്തി, വിനേട്ടൻ എങ്ങനെയുണ്ട് ഇപ്പോ? മോളെ, വിനേട്ടന്റെ പ്രശ്നമൊന്നുമില്ല. നിനക്ക് സുഖമാണോ അവിടെ? ഭക്ഷണവും താമസവും ഒക്കെ നല്ലതാണോ? നീ നിന്റെ ശരീരമൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താ ഇപ്പൊ ഇങ്ങനെ?
ഇതൊക്കെ ഞാൻ ഏട്ടത്തിയോടല്ലേ ചോദിക്കണ്ടേ? ഏട്ടത്തിയുടെ വയറ്റിലല്ലേ കുഞ്ഞു വളരുന്നേ? അതെ, എന്നാലും നീ ഒരു അന്യസ്ഥലത്തല്ലേ, അപ്പോ നിന്നോട് ഞാനും ചോദിക്കണ്ടേ? ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കുന്നുണ്ടോന്ന് ഞാനും അറിയണ്ടേ? ഇവിടെ എന്നെ നോക്കാൻ നമ്മുടെ അമ്മമാരില്ലേ, അതുപോലെ അല്ലല്ലോ നീ അവിടെ. നീ തനിച്ചല്ലേ? ഇവിടെ സുഖ ഏട്ടത്തി. ഏട്ടത്തി വിനയേട്ടന്റെ വിശേഷം പറ. വിനയേട്ടൻ നിന്നെ കാണാൻ വാശി പിടിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് നീ ഒന്ന് വന്ന് കണ്ടേ പറ്റൂന്നാ. ഞാനിപ്പോ എങ്ങനെ വരാനാ ഏട്ടത്തി? എന്റെ കാര്യമൊക്കെ തീരുമാനിക്കുന്നത് അവരല്ലേ. അനുവാദം ഇല്ലാതെ വരാൻ പറ്റുമോ? അതൊക്കെ എനിക്കറിയാം. എന്നാലും 1-2 ദിവസം ലീവ് എടുത്ത് നിനക്ക് വരാൻ പറ്റുമെന്ന് നോക്ക്. ഇല്ലെങ്കിൽ വിനേട്ടൻ ആകെ പ്രശ്നമാക്കും. നോക്കട്ടെ ഏട്ടത്തി, ലീവ് കിട്ടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ശരി. ദൈവമേ, ആ പാവത്തിന് സഹിക്കാനെങ്കിലും ശക്തി കൊടുക്കണേ. ഇപ്പൊ എന്താ ഈ തീരുമാനം? കൂടെ ഇറങ്ങിപ്പോയി പോലീസും ജാമ്യവും കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണോ നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉദിച്ചത്? അതോ നിങ്ങൾ തമ്മിൽ വേറെ വല്ല പ്രശ്നമുണ്ടോ ഇപ്പോ? എന്ത് പ്രശ്നം? അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടിയും പ്രമാണം എടുത്ത് ഇവിടെ ഇറങ്ങി പോലെയല്ലേ ചെയ്യാം. അല്ലാതെ ഇങ്ങനെ സന്തോഷത്തോടെ ഞാൻ തന്നെ ഇവിടെ ഇവിടെ ഇറക്കിയിട്ട് പോകാൻ നിൽക്കുമോ? അതിപ്പോഴേ ഇവളുടെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ആരും പോകുന്ന വഴിയിൽ കൂടെ അല്ലല്ലോ ഇവളുടെ നടപ്പ്. സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നും അറിയാതെ മാട്രിമോണിയൽ വഴി കണ്ടെത്തിയവളല്ലേ നീ? ഈ ലോകത്ത് എത്ര പേരങ്ങനെ ചെയ്തിട്ടുണ്ട്? എത്ര പേരെ ജാമ്യം എടുത്ത് കൂട്ടിക്കൊണ്ട് വരേണ്ടി വന്നിട്ടുണ്ട്? എത്ര പേര് രഹസ്യമായിട്ട് അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിട്ടുണ്ട്? പിന്നെ ഈ കാര്യത്തിലൊക്കെ നിനക്ക് യോജിച്ചവനാ ഹരീന്ദ്രൻ എന്നതുകൊണ്ട് ഒരാശ്വാസമുണ്ട്, അത്ര തന്നെ. ഇതിപ്പോ ഞാനാ ഹരിയേട്ടനോട് പറഞ്ഞത്, പബ്ലിക്കായിട്ട് കല്യാണം കഴിയുന്നത് വരെ നമുക്കൊന്ന് മാറി നിൽക്കാന്ന്. ഹരിയേട്ടനും അമ്മയ്ക്കും അമ്മാവനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാ തടസ്സം നിൽക്കുന്നതെന്ന് വിചാരിച്ചു. അതൊക്കെ ഇനി വലിയ ചിലവല്ലേ? അതേ കല്യാണം നടത്തുക എന്നൊക്കെ പറഞ്ഞ എന്ത് ചെലവ്? ഹരിയേട്ടന്റെ അമ്മ പിടിവാശി പിടിച്ചപ്പോഴേ അങ്ങനെ ഒരു കല്യാണത്തിന് തീരുമാനിച്ചു. അവരായിട്ട് തീരുമാനിച്ച സ്ഥിതിക്ക് ചെലവൊക്കെ അവരായിക്കോളും. ഹരിയേട്ടന്റെ അമ്മാവൻ തന്നെ വേണമെങ്കിൽ ചെലവെടുത്തോളാന്ന് വാക്കും കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആൾക്കാരെയും കൂട്ടിച്ചെന്നൊന്ന് പങ്കെടുത്താൽ മാത്രം മതി. ഞങ്ങള് രജിസ്റ്റർ ചെയ്തെങ്കിലും നമ്മുടെ ആൾക്കാരിൽ തന്നെ പലരും അതൊക്കെ അറിയാത്തവരുണ്ടല്ലോ. 2 കൂട്ടർക്കും അത് നല്ലതാ. ഞാനായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള ചീത്തപ്പേരും വേണ്ട. പിന്നെ സമയവും കാലവും ഒക്കെ നോക്കി തീരുമാനിക്കുമ്പോ കുറച്ചു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വൈകിന്ന് വെച്ച് മറ്റു ചിലരെ പോലെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രോഹിണി, മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇർഷാദുമായിട്ടുള്ള കരാറ് പുതുക്കണം കേട്ടോ. ഇർഷാദിന്റെ ഷെയർ തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഹരിയേട്ടൻ ഓൾറെഡി ശരിയാക്കിയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ തീർക്കാന്നല്ലേ അന്ന് ഇർഷാദിനോട് പറഞ്ഞത്? അതിപ്പോ ഇർഷാദിക്കയുടെ ഷെയർ കൊടുക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ കരാറ് പുതുക്കലൊക്കെ വിസ്മയോ വിനയേട്ടനോ ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? വിസ്മയ പോകുന്ന സമയത്തല്ലേ ഇർഷാദ് പിടിച്ച പിടിയാലെ ഷെയറിന്റെ കാര്യത്തില് തീരുമാനാക്കാന്ന് പറഞ്ഞത്? വിസ്മയ സമാധാനത്തോടെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച അപ്പ ഹരിയേട്ടൻ ആ ബാധ്യത ഏറ്റെടുക്കാന്ന് പറഞ്ഞത്. എന്നിട്ട് രോഹിണി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അക്കാര്യം ആരും നിഷേധിച്ചില്ലല്ലോ.
അവരില്ലാതെ കരാറ് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റാന്നല്ലേ ചോദിച്ചോളൂ. വിനയനല്ലേ അതിന്റെ അവകാശി? വിസ്മയല്ലേ 70 ലക്ഷത്തിന്റെ ബാധ്യത തീർത്തത്? രണ്ടുപേരിൽ ഒരാളെങ്കിൽ ഇവിടെ വേണ്ടേ? വിസ്മയ സമ്മതിച്ചിട്ട് തന്നെയാ ഇർഷാദിന്റെ ഇടപാട് തീർക്കാൻ ഹരിയേട്ടനെ ഏൽപ്പിച്ചത്. അത് മറക്കണ്ട. ആരും അതൊന്നും മറന്നതല്ല. ഇർഷാദിന്റെ ഇടപാട് തീർക്കുന്നതിന് ഇവിടെ ആരും എതിരല്ല. കരാർ മാറ്റുന്ന കാര്യത്തില് വിനയനോ വിസ്മയോ ഉണ്ടായേ പറ്റൂ.